നമ്മളിലെ കരുത്തിനെ വീണ്ടെടുക്കാനുള്ള മഹായജ്ഞമായ ഭൂമി സുപോഷൺ യജ്ഞം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഈ 3 കാര്യവും നടന്നാൽ നമ്മുടെ മണ്ണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു തന്നൊരു സങ്കല്പമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നു എന്നുള്ളത്. ഗോ ശബ്ദത്തിൻ്റെ അർത്ഥം ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത് ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ശുദ്ധമായി പരിപാലിക്കുന്നു. നമ്മളെ ഋഷീശ്വരന്മാർ ഓരോ ശബ്ദത്തിനെയും പേരിട്ടത് അതിൻ്റെ ഭാവം എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ്. സർഗക്രിയാസാരം തേടി എന്നാണ്. ഈ പ്രപഞ്ചം പരിണമിക്കുന്ന സർഗപ്രക്രിയയുടെ സാരം എന്താണ്, അതിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് ആ ഋഷിമാര് അന്വേഷിച്ചത്. ഗംഗ ഗമിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഗംഗ എന്നാണ്. എല്ലാം നിലനിൽക്കുന്നത് ആകാശത്തിലാണ്, ആ സ്പേസിലാണ്. രണ്ടാമതുള്ളത് വായുവാണ്. നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ കൃഷിഭൂമിയുടെ ഫലഭൂയിഷ്ഠത വീണ്ടെടുക്കാനും മണ്ണിനെ സംരക്ഷിക്കാനുമുള്ള വിപുലമായ ജനകീയ മുന്നേറ്റത്തിന് എറണാകുളത്ത് തുടക്കമായി. ദക്ഷിണ കേരള ഭൂസുപോഷണ യജ്ഞ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന ഭൂസുപോഷണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നു. എറണാകുളം ജില്ലയിലെ തേവയ്ക്കൽ മുക്കോട്ടിൽ ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സദ്ഗുരു മഹാമണ്ഡലേശ്വർ ശ്രീമദ് ആനന്ദവനം ഭാരതി മഹാരാജ് ദീപം തെളിയിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഭൂമിയെ മാതാവായി കാണാനും രാസവളങ്ങൾ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണിന്റെ സ്വാഭാവിക ഘടന വീണ്ടെടുക്കാനുമുള്ള ബോധവൽക്കരണമാണ് ഈ യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ സുസ്ഥിരമായ കൃഷിരീതികളിലൂടെ മാത്രമേ വരും തലമുറയ്ക്ക് ആരോഗ്യമുള്ള മണ്ണ് കൈമാറാൻ കഴിയൂവെന്ന് മഹാമണ്ഡലേശ്വർ ഓർമ്മിപ്പിച്ചു. എസ് ശിവകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭൂമി സുപോഷണ യജ്ഞ സമിതി സംയോജകൻ CG കമലാകാന്തൻ പദ്ധതിയുടെ ലക്ഷ്യം വിശദീകരിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം കർഷകർക്കായി പരിശീലന പരിപാടികളും ജൈവ കൃഷി ബോധവൽക്കരണവും ഈ പദ്ധതിയുടെ ഭാഗമായി നടക്കും. ഭാരതത്തിന്റെ കൃഷി പാരമ്പര്യം വീണ്ടെടുക്കാനുള്ള ഈ മഹത്തായ ദൗത്യത്തിൽ
മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണമെന്ന് യജ്ഞസമിതി അഭ്യർത്ഥിച്ചു. സദ്ഗുരു മഹാമണ്ഡലേശ്വർ ശ്രീമദ് ആനന്ദവനം ഭാരതി മഹാരാജിന്റെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ മഹത്തായ ഒരു പുണ്യകർമ്മത്തിന് ഇവിടെ വന്ദേ ഗുരുപരമ്പര. ഈ പവിത്രമായ മുഹൂർത്തത്തിൽ ധന്യമായ ഒരു മഹാസങ്കല്പത്തിൻ്റെ മഹായജ്ഞത്തിൻ്റെ ശുഭാരംഭത്തിനായി എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഓ നമോ നാരായണപൂർവകമായ നമസ്കാരം. നമ്മളിലെ കരുത്തിനെ വീണ്ടെടുക്കാനുള്ള മഹായജ്ഞമായ ഭൂമി സുപോഷൺ യജ്ഞം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മതത്തെ ഉപയോഗിക്കുന്ന സെമറ്റിക് ചിന്താധാര അതിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൊരു വേർതിരിവാണ് സത്യത്തിൽ. ഭാരതത്തിൽ ആചാര്യന്മാരായ ആധ്യാത്മിക ആചാര്യന്മാരായ ആ ദർശനത്തെ നമുക്ക് പകർന്നു തന്ന ഋഷീശ്വരന്മാർ അവരെന്താണ് അന്വേഷിച്ചത് എന്ന് ഇന്നൊക്കെ വിപ്ലവകവി എന്നൊക്കെ അറിയപ്പെടുന്ന വയലാർ അദ്ദേഹത്തിൻ്റെ സർഗസംഗീതം എന്ന് പറയുന്ന കവിതയിൽ യഥാരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ കാട്ടിനകത്തിരുന്ന് ഗുഹകൾ സർഗക്രിയാസാരം തേടി എന്നാണ്. ഈ പ്രപഞ്ചം പരിണമിക്കുന്ന സർഗപ്രക്രിയയുടെ സാരം എന്താണ്, അതിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് ആ ഋഷിമാര് അന്വേഷിച്ചത്. അദ്ദേഹം അതിൻ്റെ അടുത്ത വരിയായിട്ട് പറയുന്നുണ്ട്, അവരിലെ ചൈതന്യമാണ് എൻ്റെ ദർശനം. അദ്ദേഹത്തിൻ്റെ ദർശനം ആ ഋഷീശ്വരന്മാരുടെ ചൈതന്യമാണ് എന്നും അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ പരിണാമത്തിൻ്റെ സർഗക്രിയാസാരം തേടിയ ഋഷിമാര് നമുക്ക് പറഞ്ഞു തന്നത് പഞ്ചഭൂതങ്ങളാലാണ് ഈ പ്രപഞ്ചവും പ്രകൃതിയും നാം അടക്കമുള്ള എല്ലാ ജീവനും എല്ലാം നിലനിൽക്കുന്നത് ആകാശത്തിലാണ്, ആ സ്പേസിലാണ്. രണ്ടാമതുള്ളത് വായുവാണ്. വായുവില്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല. ആ ചലനമാണ്. നമ്മളിപ്പോൾ ശരീരത്തിനകത്താണെങ്കിലും പ്രാണവായുവായിട്ട്, പുറത്താണെന്നുണ്ടെങ്കിലും വായുവായിട്ട്, അതാണ് ഈ പ്രകൃതിയെ, ജീവനെ നിലനിർത്തുന്നത്. പിന്നെ പറഞ്ഞ അഗ്നി, പൊതുവിൽ നമ്മളത് ഇന്നൊക്കെ അഗ്നി എന്ന് കേൾക്കുമ്പോൾ പുറത്ത് കാണുന്ന തീയായിട്ടാണ് മനസ്സിലാക്കുക. പക്ഷെ സൂക്ഷ്മരൂപത്തിൽ എല്ലാ പ്രവൃത്തികൾക്കും ആധാരമായിട്ടുള്ള ചൂട് നമ്മുടെ അകത്തും, നമ്മളിപ്പോൾ ശരീരത്തിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ചൂടുണ്ടോ ചൂടില്ലയോ എന്ന് നോക്കിയിട്ടാണ്. ജീവനില്ലെങ്കിൽ ശരീരം തണുത്തു പോകും. ഒരു വിത്ത് മുള പൊട്ടുന്നത്, മണ്ണിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്, ഇതെല്ലാം അതിനുള്ളിലുള്ള ഈ ചൂടിനെ, ഈ അഗ്നിയെ ആധാരമാക്കിയിട്ടാണ്. അഗ്നി ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, ഒരു മാറ്റവും സംഭവിക്കില്ല. ജലത്തിലാണ്
ജീവൻ്റെ ഉത്ഭവം എന്ന് ഇന്ന് ആധുനികമായിട്ടുള്ള പഠനങ്ങൾ തന്നെ സമ്മതിക്കുന്നൊരു കാര്യമാണ്. പ്രകൃതിയിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ജലമാണ്. ജലമാണ് ജീവൻ്റെ ആധാരമായിട്ട് പറയുന്നത്. ഭൂമിയിലാണ് എല്ലാം നിലനിൽക്കുന്നതും വളരുന്നതുമൊക്കെ. അപ്പം ഈ 5 ഘടകങ്ങളുടെ കൂടിച്ചേരലാണ് ഈ പ്രകൃതിയെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പ്രകൃതിയുടെ തന്നെ ഭാഗമായിട്ടുള്ള നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സമഷ്ടിയും വെഷ്ടിയും ഒന്ന് തന്നെയായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചം അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ തന്നെയാണ് പ്രപഞ്ചം എന്ന് പറയാം. പുറത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് അകത്ത് കാണാൻ പറ്റും. പുറത്തെ കൈലാസം നമുക്കകത്ത് കാണാം, പുറത്തെ കാശി നമുക്കകത്ത് കാണാം, പുറത്തെ ഗംഗ നമുക്കകത്ത് കാണാം. അങ്ങനെ പുറത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അകത്തുണ്ട്, അകത്ത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തന്നെയാണ് പുറത്തുള്ളത്. സമഷ്ടി വെഷ്ടി എന്നുള്ള 2 പദം കൊണ്ടാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില ശബ്ദങ്ങളൊക്കെ ഇതിനെല്ലാം ഒരുപോലെയാണ് ഉപയോഗിച്ചു വരുന്നത്. ക്ഷേത്രം എന്ന് പറയുന്നതിന് ശരീരത്തെ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ അത് ഭഗവാൻ നേരിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് മനസ്സിലാക്കണം. അവിടെ ഭൂമിയെ, പ്രധാനമായിട്ട് കൃഷിസ്ഥലത്തെ വിശാലമായിട്ട് ഭൂമിയെ ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ദേവതാ സങ്കേതങ്ങളെയും ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രാണൻ, ശക്തി നിലനിൽക്കുന്ന സ്ഥലം എന്താണ്, അതാണ് നമ്മളെ ക്ഷയത്തിൽ നിന്ന് നശിക്കാതെ നിലനിർത്തുന്നത്, സംരക്ഷിക്കുന്നത്. അത് ക്ഷേത്രമാണ്. അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട വാക്കുകളും ഇതിനെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. പ്രകൃതിയിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും. നമ്മുടെ ഉള്ളിൽ സീത ഭൂമിയിൽ നിന്ന് ജനിച്ചതാണ്. നമ്മുടെ പൗരാണികമായിട്ടുള്ള വാങ്മയങ്ങളൊക്കെ മഹാപുരുഷന്മാരുടെ ഇതിഹാസങ്ങൾ നമുക്ക് മാതൃകയാകുന്നതിന് വേണ്ടി പറഞ്ഞു തരുമ്പോൾ പോലും അതിലെ ഓരോ പേരുകളിൽ പോലും വലിയ തത്വം അവർ ഉൾച്ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണ് പ്രകൃതി നമ്മളിലും നമ്മൾ പ്രകൃതിയിലും പ്രവർത്തിക്കുന്നത്, ആ പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങളും നമ്മളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് അനുഗുണമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്, ഇതെല്ലാം ആ പൗരാണികമായിട്ടുള്ള വാഗ്മയങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ദേവതകളെ നമ്മൾ ക്ഷേത്രങ്ങളില് വിഗ്രഹമായിട്ട് വിശേഷേണ നമുക്ക് മനസ്സിലാക്കാനുള്ള ഉപാധികളായിട്ട് അർച്ചിക്കും. ഒരു ശിലയിൽ നിന്നുണ്ടാക്കിയ വിഗ്രഹം ദേവതയാകുന്നത് ഈ പ്രകൃതിയിലെ ശക്തിയെ സാക്ഷാത്കരിച്ചൊരു മഹാത്മാവ് അതിലേക്ക് തൻ്റെ പ്രാണനിൽ സാക്ഷാത്കരിച്ച ശക്തിയെ നൽകുമ്പോഴാണ്, ആ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോഴാണ് ആ ശില വിഗ്രഹമായിട്ട് മാറുന്നത്. ഈ തീർത്ഥത്തിലെ ഏറ്റവും നമ്മുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും ഏറ്റവും പ്രധാനമായിട്ട് തീർത്ഥം, ഒരു പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥമാണ് തളിക്കുക. നമ്മൾ മരണാനന്തര ചടങ്ങുകളിലാണെങ്കിൽ ഉദകമാണ് സമർപ്പിക്കുക. അങ്ങനെ ജലത്തെ നമ്മൾ അത്രമാത്രം നമ്മുടെ അനുഷ്ഠാനങ്ങളോട് ബന്ധപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രധാനമാണ് തീർത്ഥം എന്നുള്ളത് കൊണ്ട്. ആ തീർത്ഥത്തെ ഗംഗ തന്നെയായിട്ടാണ്, ഗംഗ ഗമിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഗംഗ എന്നാണ്, നമ്മുടെ ഉള്ളിലൂടെ ഗമിക്കുന്നത്. ഗംഗ തന്നെയായിട്ടാണ് എല്ലാ സ്ഥലത്തെയും തീർത്ഥത്തെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. രണ്ടാമത് നമ്മളുണ്ടായ, നമ്മുടെ ശരീരമൊക്കെ ഉണ്ടായ ഭൂമിയാണ്. നമ്മളെല്ലാം ഇതിനെല്ലാം മാതൃസങ്കല്പത്തിലാണ് ആചാര്യന്മാർ കാണുന്നത്. കാരണം നമ്മൾ അമ്മയിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത്. അമ്മയുടെ പോഷണങ്ങൾ നമ്മുടെ അന്നമായി മാറി ആ അന്നം തന്നെയാണ് പ്രാണൻ എന്നുള്ള സങ്കല്പത്തിൽ പ്രാണനും കൂടിയായി ആ മാതൃശരീരത്തിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മൾ ഭൂമിയെ, തീർത്ഥങ്ങളെ, പ്രകൃതിയെ, ദേശത്തെ എല്ലാം അമ്മയായി കാണും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ പൂർവികര് ഉണരുമ്പോൾ ചൊല്ലിയിരുന്ന പ്രാർത്ഥന, ഞാൻ ഈ ഭൂമാതാവിൻ്റെ മടിത്തട്ടിലേക്ക് കാല് വയ്ക്കാൻ പോവുകയാണ്, അതുകൊണ്ട് പാദസ്പർശം ക്ഷമിക്കണേ എന്ന്. ആ ഒരു ഭാവത്തോടു കൂടിയാണ് നമ്മുടെ ദിവസം ആരംഭിച്ചത്. വൃക്ഷത്തിൻ്റെ പ്രാധാന്യം, തീർത്ഥത്തിൻ്റെ പ്രാധാന്യവും
മണ്ണിൻ്റെ പ്രാധാന്യവും പഞ്ചഭൂതങ്ങളുടെ പ്രാധാന്യവും ഒക്കെ പോലെ വൃക്ഷത്തിൻ്റെ പ്രാധാന്യവും, വൃക്ഷത്തെ മക്കൾക്ക് തുല്യമായിട്ട്, ഇപ്പോൾ ഭൂമിയും ജലവും എല്ലാം അമ്മ മാതൃഭാവത്തിലാണെങ്കിൽ വൃക്ഷത്തെ മക്കൾക്ക് തുല്യമായിട്ടാണ് കണ്ടിരുന്നത്. ഇതിൽ ഒരു വൃക്ഷം നടുക എന്നുള്ളത് തന്നെ മുജ്ജന്മാർജിതമായിട്ടുള്ള പാപങ്ങളെ പോലും പരിഹരിക്കും എന്നുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ആ വൃക്ഷത്തോടൊപ്പം തന്നെ നമ്മൾ പൂജിച്ചതാണ് ഗോമാതാവിനെ. ഗോ ശബ്ദത്തിന്റെ അർത്ഥം ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നത് ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ശുദ്ധമായി പരിപാലിക്കുന്നു. നമ്മുടെ ഋഷീശ്വരന്മാർ ഓരോ ശബ്ദത്തിനെയും പേരിട്ടത് അതിൻ്റെ ഭാവം എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് തുല്യമായി പ്രകൃതിയിൽ എന്തുണ്ടോ നമുക്കത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പ്രകൃതിയിൽ കാണുന്നതിനെയും ആ പേര് തന്നെ വിളിച്ചു. ഇപ്പം മഹ് ശബ്ദത്തിന് ഇച്ഛ എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ആ ആഗ്രഹങ്ങൾ ഏതുപോലെയാണ്? പോത്തിനെ പോലെയാണ്. ഏത് ചൊല്ലി കണ്ടാലും കയറി നടക്കും. അതിനെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പൊ പോത്തിനെ മഹിഷം എന്ന് വിളിച്ചു. ആ ഇച്ഛ ആസുരികമാകുമ്പോൾ അത് മഹിഷാസുരനായി. ആ ഇച്ഛ ദേശത്തിന് ശ്രേയസ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാവുമ്പോൾ പട്ടമഹിഷിയായി. ഇങ്ങനെയാണ് ഓരോ പദങ്ങളും ആചാര്യന്മാർ ഉപയോഗിച്ച് പോയിരിക്കുന്നത്. ഇപ്പൊ ഗോ ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ നമ്മൾ എങ്ങനെ ശുദ്ധമായിട്ട് പരിപാലിക്കുന്നു, ആ ഇന്ദ്രിയങ്ങളിലേക്ക് ചെല്ലുന്നതനുസരിച്ചിട്ടാണ് നമ്മളുടെ സ്വഭാവം, നമ്മളുടെ മനസ്സ്, അതിനനുസരിച്ചിട്ട് നമ്മളുടെ ശരീരമൊക്കെ പരിവർത്തനം ചെയ്യുക. അതുപോലെ എങ്ങനെയാണ് ശുദ്ധമായിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ പരിപാലിച്ചാൽ നമുക്ക് ഉത്തമമായിട്ടുള്ള ചിന്തകളും ഉത്തമമായിട്ടുള്ള ശക്തിയും ഒക്കെ ഉള്ളിലുണ്ടാവുക. അതുപോലെ ശുദ്ധമായി നമ്മൾ പശുവിനെ പരിപാലിച്ചാൽ ആ പശുവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം നമുക്ക് അമൃതമായിട്ട് മാറും. ഇതിൽ ഒരു വൃക്ഷം നടുക എന്നുള്ളത് തന്നെ മുജ്ജന്മാർജിതമായിട്ടുള്ള പാപങ്ങളെ പോലും പരിഹരിക്കും എന്നുള്ളതാണ് ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത്. ആ വൃക്ഷത്തോടൊപ്പം തന്നെ നമ്മൾ പൂജിച്ചതാണ് ഗോമാതാവിനെ. ഗോ ശബ്ദത്തിന്റെ അർത്ഥം ആചാര്യന്മാര് നമുക്ക് പറഞ്ഞു തന്നത് ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ശുദ്ധമായി പരിപാലിക്കുന്നു. നമ്മുടെ ഋഷീശ്വരന്മാർ ഓരോ ശബ്ദത്തിനെയും പേരിട്ടത് അതിൻ്റെ ഭാവം എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതിന് തുല്യമായി പ്രകൃതിയിൽ എന്തുണ്ടോ നമുക്കത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പ്രകൃതിയിൽ കാണുന്നതിനെയും ആ പേര് തന്നെ വിളിച്ചു. അപ്പൊ മഹ് ശബ്ദത്തിന് ഇച്ഛ എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ആ ആഗ്രഹങ്ങൾ ഏതുപോലെയാണ്? പോത്തിനെ പോലെയാണ്. ഏത് ചൊല്ലി കണ്ടാലും കയറി നടക്കും. അതിനെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പൊ പോത്തിനെ മഹിഷം എന്ന് വിളിച്ചു. ആ ഇച്ഛ ആസുരികമാകുമ്പോൾ അത് മഹിഷാസുരനായി. ആ ഇച്ഛ ദേശത്തിന് ശ്രേയസ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാവുമ്പോൾ പട്ടമഹിഷിയായി. ഇങ്ങനെയാണ് ഓരോ പദങ്ങളും ആചാര്യന്മാർ ഉപയോഗിച്ച് പോയിരിക്കുന്നത്. ഇപ്പൊ ഗോ ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ നമ്മൾ എങ്ങനെ ശുദ്ധമായിട്ട് പരിപാലിക്കുന്നു, ആ ഇന്ദ്രിയങ്ങളിലേക്ക് ചെല്ലുന്നതനുസരിച്ചിട്ടാണ് നമ്മളുടെ സ്വഭാവം, നമ്മളുടെ മനസ്സ്, അതിനനുസരിച്ചിട്ട് നമ്മളുടെ ശരീരമൊക്കെ പരിവർത്തനം ചെയ്യുക. അതുപോലെ എങ്ങനെയാണ് ശുദ്ധമായിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ പരിപാലിച്ചാൽ നമുക്ക് ഉത്തമമായിട്ടുള്ള ചിന്തകളും ഉത്തമമായിട്ടുള്ള ശക്തിയും ഒക്കെ ഉള്ളിലുണ്ടാവുക. അതുപോലെ ശുദ്ധമായി നമ്മൾ പശുവിനെ പരിപാലിച്ചാൽ ആ പശുവിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം നമുക്ക് അമൃതമായിട്ട് മാറും. ഈ പഞ്ചഗവ്യം കൊണ്ട് അല്ലെങ്കിൽ പാല് കൊണ്ട്, ഗോമയം കൊണ്ട്, ഗോമൂത്രം കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പ്രകൃതിയെയും പരിപോഷിപ്പിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഗോമാതാവ്. നമ്മുടെ നാടൻ പശു എന്ന് പറയുമ്പോഴും കാലിത്തീറ്റയൊന്നും കൊടുക്കാതെ നല്ല പുല്ല് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തിന്ന് വളർന്ന പ്രകൃതിജന്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന നാടൻ പശു, ഒരു നാടൻ പശു മതി ഏക്കർ കണക്കിന് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ. നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാം. അപ്പൊ ഇങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ 4 തത്വങ്ങളെ, അതായത് ജലം, ഭൂമി, വൃക്ഷം, ഗോമാതാവ്, ഈ 4 തത്വങ്ങളെ പൂജിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമി സുപോഷണ യജ്ഞം ആരംഭിക്കുന്നത്. ഇപ്പൊ പൂജിച്ചാൽ ഇതിലൊക്കെ എന്ത് ഫലം ഉണ്ടാവുക? ആ മന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ പുഷ്പം അർച്ചിച്ച് ആ സങ്കല്പത്തിൽ ക്രിയ ചെയ്ത് പൂജിക്കുമ്പോൾ
സാമാന്യമായിട്ട് നമ്മൾ ചില മനുഷ്യരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടം തോന്നും, അവരുടെ അടുത്ത് ഇരിക്കാൻ തോന്നും, അവരുമായിട്ട് സംസാരിക്കാൻ തോന്നും. ചില മനുഷ്യരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ അധികം നേരം ഇരിക്കാൻ തോന്നില്ല, ചിലപ്പോൾ കാണാണ്ട് തന്നെ പോകാൻ തോന്നും. അവർ വലിയ മോശക്കാരായിട്ടോ അല്ലെങ്കിൽ മറ്റേ ആൾ നല്ല ആളായിട്ടോ ഒന്നുമല്ല. അവരിൽ നിന്ന് പ്രസരിക്കുന്ന അവരുടെ ചിന്തകൾ കൊണ്ടും സങ്കല്പങ്ങൾ കൊണ്ടുമൊക്കെ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ചെടിയുടെ അടുത്ത് ചെന്ന് എല്ലാ ദിവസവും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ ആ ചെടി വാടിപ്പോവും. ഒരു ചെടിയുടെ അടുത്ത് ചെന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ ആ ചെടി വളരെ ഭംഗിയായിട്ട് വളരും. നമ്മൾ നമ്മുടെ അകത്ത് നിന്ന് പ്രകൃതിയിലേക്ക് പ്രസരിപ്പിക്കുന്ന, നമ്മൾ പുറത്തെ പ്രകൃതി എങ്ങനെയാണോ നമ്മളെ ബാധിക്കുന്നത്, അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ആ കമ്പനങ്ങൾ ഈ പ്രകൃതിയെയും ബാധിക്കുന്നു. അപ്പം നമ്മുടെ ആ ശുദ്ധ സങ്കല്പം ഇതെല്ലാം ഗുണകരമായിട്ട് വരണം, ഭംഗിയായിട്ട് വരണം, സമൃദ്ധിയായിട്ട് വരണം എന്നുള്ള സങ്കല്പം നമ്മൾ ആ പൂജയിലൂടെ, മന്ത്രങ്ങളിലൂടെ, അതിനെ പോഷിപ്പിക്കുന്ന ദ്രവ്യങ്ങളിൽ കൂടെ, ക്രിയകളിലൂടെ ഈ മണ്ണിലേക്കും ഈ ജലത്തിലേക്കും ഈ വൃക്ഷത്തിലേക്കും ഗോമാതാവിലേക്കും പകരുമ്പോൾ അതിൻ്റെ എല്ലാം തേജസ്, അതിൻ്റെ ഫലം 10 മടങ്ങാവുകയാണ്. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു യജ്ഞത്തെ നമ്മൾ സാർത്ഥകമാക്കി തീർക്കുന്നത്. പ്രകൃതി തന്നെയാണ്, പുറത്തുള്ള പ്രകൃതി തന്നെയാണ് അകത്തുള്ള പ്രകൃതി തന്നെ എന്ന് പറയും. പുറത്തൊഴുകുന്ന തീർത്ഥമാണ് അകത്ത് രക്തമായിട്ട് ഒഴുകുന്നത്. എങ്ങനെയാണോ പുറത്ത് ഒരു ജലസ്രോതസ് നമ്മൾ ശുദ്ധിയായി സൂക്ഷിക്കുന്നത്, അത്രത്തോളം നമ്മുടെ അകത്ത് ശുദ്ധിയായി. ഒരു ദേശത്തു കൂടി ഒരു നദി ഏറ്റവും ശുദ്ധമായിട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ആ നദിയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളുടെയൊക്കെ വ്യാപാരങ്ങളിൽ അതിനനുസരിച്ചിട്ടുള്ള ശുദ്ധി ഉണ്ടാകും, അതിനനുസരിച്ചിട്ടുള്ള ആരോഗ്യം ഉണ്ടാകും. അത് അശുദ്ധമാകും തോറും നമ്മുടെ അകവും അശുദ്ധമാകും. ഏറ്റവും ഭംഗിയായിട്ട് ഈ പ്രകൃതി നിലനിന്നാലേ നമ്മളും നന്നായിട്ട് നിലനിൽക്കുള്ളൂ എന്നുള്ള സങ്കല്പം, ആ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്ര സത്യം. ഇപ്പം ഭാരതത്തിൽ ഈ സങ്കല്പം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത് പൊതുവിൽ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ അതൊരു ഭാവന എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ഭാരതീയമായിട്ടുള്ള ഒരു ശാസ്ത്ര പരമ്പരയിലെ ഏറ്റവും ശക്തിയുള്ള കാര്യം സങ്കല്പമാണ്. ഇപ്പം നമ്മൾ ഈ പ്രകടമായി കാണുന്നതൊക്കെ ആരെങ്കിലും ഒരാൾ, ഓരോ മഹാത്മാക്കള്, ഓരോരുത്തര് ഓരോ കാലത്ത് സങ്കല്പിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന നന്മകളൊക്കെ. എല്ലാം പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് അമൃതമായി മാറും. നമ്മൾ മോശപ്പെട്ട രീതിയിൽ അതിനെ പരിപാലിച്ചാൽ അതെല്ലാം വിഷമായിട്ട് മാറും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളിലും അല്ലെങ്കിൽ ആചരണങ്ങളിലും അല്ലെങ്കിൽ പൗരാണികമായിട്ടുള്ള വാങ്മയങ്ങളിലും ഒക്കെ അമൃതിൻ്റെ പരാമർശം ആവർത്തിച്ച് വരുന്നത്. നമ്മുടെ ഉള്ളിൽ പലതരത്തിൽ വരുന്ന വിഷത്തെ പുറത്ത് കളയാൻ വരെ ശക്തിയുള്ളത് ഈ അമൃതിനാണ്. അപ്പം പ്രകൃതിയുടെ ശക്തിയെ നമ്മുടെ ഉള്ളിലെ ശക്തിയായിട്ട് നമുക്ക് പരിവർത്തിപ്പിക്കണമെങ്കിൽ ഈ പ്രകൃതിയെ നമ്മൾ ശുദ്ധമായി പരിപാലിക്കേണ്ടതുണ്ട്. അതിനെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥയിൽ പരിപാലിക്കേണ്ടതുണ്ട്. ആ അവസ്ഥയിൽ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം അതിനകത്തേക്ക് നമ്മുടെ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനെ നമുക്ക് നമ്മളെ പോഷിപ്പിക്കാനും ആ പ്രകൃതിയെ പോഷിപ്പിക്കാനുമുള്ള തരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് അന്നം തരുന്നത്, നമുക്ക് ഔഷധികളെ മരുന്നിനെ തരുന്നത്, ഇതെല്ലാം ഈ പ്രകൃതിയാണ്. അപ്പം അത് ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ നമുക്ക് നൽകുന്നതിന് വേണ്ടി ഒരു സമർപ്പണ മനസ്സോടുകൂടി അതിനെ ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ കാലത്ത് പല അസൗകര്യങ്ങളാലും അപര്യാപ്തതകളാലും അതിനൊന്നും സാധ്യമായില്ലെങ്കിലും ഉള്ള ജലസ്രോതസ്സുകളെ ഏറ്റവും വൃത്തിയായിട്ട് പരിപാലിക്കും. ഈ 3 കാര്യവും നടന്നാൽ നമ്മുടെ മണ്ണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കും. ഈ ഗോമൂത്രം കൊണ്ട്, ഗോമയം കൊണ്ട്, ശുദ്ധമായിട്ടുള്ള ജലം കൊണ്ട് ഇതൊക്കെ നമ്മുടെ മണ്ണ് ആരോഗ്യം വീണ്ടെടുക്കും. ഇതെല്ലാം ശുദ്ധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നിയാണ്. നമുക്കൊക്കെ എല്ലാ അസുഖങ്ങളും വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉള്ളിൽ അഗ്നി ഒന്നുകിൽ മന്ദിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ തീഷ്ണമായത് കൊണ്ടാണ്.
ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ എല്ലാ അസുഖങ്ങളും വരുന്നത്. അപ്പം ഭൂമി ശക്തമായി കഴിഞ്ഞാൽ, ശുദ്ധമായി കഴിഞ്ഞാൽ, അതിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണം, ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിനെയും ശുദ്ധമാക്കും. ഉള്ളിലെ അഗ്നിയെ, ഭൂമിയിലെ അഗ്നി ശുദ്ധമാകുമ്പോൾ, പ്രകൃതിയിലെ അഗ്നി ശുദ്ധമാകുമ്പോൾ ഉള്ളിയിലെ അഗ്നിയും ശുദ്ധമാകും. അങ്ങനെ നമുക്ക് നല്ല ആരോഗ്യവും നല്ല മനസ്സും ഉണ്ടാകും. ഇപ്പൊ ഈ യജ്ഞം അങ്ങനെ ഭൂമിയെ പോഷിപ്പിച്ച് ആ പഞ്ചഭൂതങ്ങളെ, പ്രകൃതിയിലുള്ള പഞ്ചഭൂതങ്ങളെ കൃത്യമാക്കി നമ്മുടെ ഉള്ളിനെ, ശരീരത്തെയും മനസ്സിനെയും അതിനാധാരമായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ കൃത്യമാക്കി പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. തുടക്കം കുറിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ശങ്കരാചാര്യര് അദ്വൈത സ്ഥാപനം ചെയ്തു എന്ന് പറയുന്നത് പോലെയാണ്. ഋഷീശ്വരന്മാര് നമ്മുടെ വേദങ്ങൾ തൊട്ട്, ശ്രുതി തൊട്ട് തകർന്നു വന്നൊരു സങ്കല്പം. ആ സങ്കല്പത്തിൽ ക്ഷയം സംഭവിച്ചപ്പോൾ ആചാര്യ ഭഗവത്പാദർ അതിനെ പുനരുദ്ധാനം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു തന്നൊരു സങ്കല്പമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ ആ സങ്കല്പത്തിൽ ദേശകാലങ്ങൾ കൊണ്ട് നമുക്ക് ക്ഷയം സംഭവിച്ചപ്പോൾ അതിനനുസരിച്ച് പുറവും ഉള്ളും മലിനമായി തുടങ്ങിയപ്പോൾ അതിനെ വീണ്ടെടുക്കാൻ ഈ ദേശത്തെ, ഭാരതം എന്ന ദേശത്തെ പൂർവ്വകാലത്തെ പോലെ ലോകത്തിൻ്റെ സമൃദ്ധിയുടെ നെറുകയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹായജ്ഞത്തിനാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. ആ യജ്ഞത്തിൻ്റെ സാഫല്യത്തിന്, അത് നമ്മുടെ ഉള്ളിൽ ശക്തിയായിട്ടും അനുഗ്രഹമായിട്ടും നിറയുന്നതിന് വേണ്ടിയിട്ട് ഗുരുപരമ്പരയും പ്രകൃതീശ്വരിയും ദേവതകളുമെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും ഏകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗാസന്യാസി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും എല്ലാവർക്കുമായി അർപ്പിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.